നമസ്കാരം. ശശി തരൂർ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടിയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ യുക്രൈൻ റഷ്യൻ പ്രശ്നം വന്ന സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങാൻ പാടില്ല എന്നും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ പെട്രോളിയം ഇറക്കുമതി ചെയ്യണമെന്നും പറഞ്ഞത് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്, ഇടതുപക്ഷമാണ്. അന്ന് അതിൽ ചില വിയോജിപ്പുകളിൽ ശശി തരൂർ ഉണ്ടായിരുന്നു. ഇന്ന് സ്വാഭാവികമായിട്ടും ഞങ്ങളന്ന് പറഞ്ഞിരുന്നത് ശരിയാണെന്നും നരേന്ദ്രമോദി അപൂർവമായിട്ടാണെങ്കിലും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞത് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ റഷ്യയുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി. അതിൻ്റെ ഗുണവും രാജ്യത്തിനുണ്ടായി. എന്താ കാരണം എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ പെട്രോളിയം ഇറക്കുമതിയിൽ 40% ഒരു ഘട്ടത്തിൽ റഷ്യയിൽ നിന്നായി. ശശി തരൂർ ഒരു പക്ഷേ ഇപ്പോൾ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ അക്കാര്യങ്ങൾ കൂടി പരാമർശിക്കണമെന്ന് ഞാൻ വിനീതമായി അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കുകയാണ്. ബ്രിട്ടാസ് ഇത് സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെങ്കിൽ തലയിൽ നെല്ലിക്കത്തളം വെക്കണം എന്ന് ഏറ്റവും ലളിതമായിട്ട് പറയാനുണ്ട്. കുറച്ചുകൂടി താമസിച്ചാൽ ഒരുപക്ഷെ ഷോക്ക് അടിപ്പിക്കേണ്ടി വരും. ചിലർക്കെങ്കിലും തോന്നും CPM ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ, രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ, അവർക്കും ഇതുപോലെ അഭിപ്രായ പ്രകടനം നടത്താമല്ലോ എന്നൊക്കെ. ഇവിടെ ബ്രിട്ടാസ് അഭിപ്രായ പ്രകടനം നടത്തുകയല്ല ചെയ്തിരിക്കുന്നത്, ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷത്തോളം ആവാൻ പോകുന്നു. ആ തുടക്ക സമയത്ത് യൂറോപ്യൻ യൂണിയനും അതേപോലെ തന്നെ അമേരിക്കയൊക്കെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു അവരിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങരുതെന്ന്. പക്ഷേ അതൊന്നും കേൾക്കാതെ ഇന്ത്യ സ്വന്തമായ നിലയിൽ തന്നെ റഷ്യയുടെ നിന്ന് ക്രൂഡ് ഓയിൽ വലിയ തോതിൽ ഇറക്കുമതി ചെയ്തു. അത് തിരിച്ച് എന്നിട്ട് മറച്ചു വയ്ക്കുകയും ചെയ്തു, വലിയ ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നരേന്ദ്രമോദിയും കൂട്ടരും അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം CPM ഒക്കെ അന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്നാണ് ഈ ബ്രിട്ടാസ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതിനാൽ അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് തരൂർ പറഞ്ഞ അഭിപ്രായത്തിൽ അവരെ കൂടി ഉൾപ്പെടുത്തണം എന്നാണ് ഈ അവകാശവാദം. അതിൽ അയാൾ ഉപയോഗിച്ചൊരു വാക്കുകൂടുണ്ട്. നരേന്ദ്രമോദി അപൂർവമായിട്ട് ഞങ്ങളെപ്പോലുള്ളവരെ അനുസരിച്ചു എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അവിടെയാണ് ബ്രിട്ടാസിനോട് പറയാനുള്ളത്. ബ്രിട്ടാസെ, നിങ്ങളുടെ പാർട്ടി എന്നത് ആ പാർട്ടിയുടെ സ്ഥാനം ഇന്ത്യയിൽ എവിടെയാണ് എന്നൊരു സ്വയം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇന്ത്യയിൽ 100 കണക്കിന് രാഷ്ട്രീയ പാർട്ടികളുണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ മാത്രം ഒരു മുന്നണിയിൽ തന്നെ 13 പാർട്ടികളുണ്ട്. അങ്ങനെ 3 മുന്നണിയുണ്ട്. അപ്പോൾ ആ 3 മുന്നണിയെ കൂട്ടിയാൽ തന്നെ 30 മുകളിൽ ഇവിടെ തന്നെ പാർട്ടികളുണ്ട്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് എത്രത്തോളം പാർട്ടികളുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ഇനി ആദ്യത്തെ 20 പാർട്ടികൾ എടുത്താൽ, അതായത് ജനങ്ങളിൽ സ്വാധീനമുള്ള ആദ്യത്തെ 20 പാർട്ടികൾ എടുത്താൽ ആ 20 എണ്ണത്തിൽ നിങ്ങളില്ല. അതും കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ ഒരാൾക്ക് ഒരു നിലപാട് പറയാൻ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാൻ സീറ്റിൻ്റെ എണ്ണമാണോ അല്ലെങ്കിൽ വോട്ടിൻ്റെ ശതമാനക്കണക്കാണോ എന്നൊക്കെ ചിലർക്കും സംശയമാണ്. ശരി, സീറ്റിൻ്റെ എണ്ണവും വോട്ടിൻ്റെ ശതമാനക്കണക്കും നമുക്ക് മാറ്റിവെക്കാം. നിലപാട് എന്നൊരു സംഗതിയുണ്ട്. അങ്ങനെ ഒരു സാധനമുള്ള ഒരു പാർട്ടിയാണോ CPM. നമുക്ക് ഈ അന്തർദേശീയ രാഷ്ട്രീയവും അതേപോലെ തന്നെ ദേശീയ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചിട്ട് കേരളത്തിലേക്ക് വരാം. ഏറ്റവും എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ CPMൻ്റെ ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന നേതാവ് പിണറായി വിജയൻ തന്നെയാണ്. അവരുടെ ഭരണഘടന അനുസരിച്ച് പാർട്ടി സെക്രട്ടറിയാണ് ഒന്നാമത്. പക്ഷേ നിലവിൽ നമുക്ക് കാണാനാവുന്നത് അപ്പം ഗോവിന്ദൻ എന്നൊരു ആൾ, MP ഗോവിന്ദൻ എന്നൊരാൾ അവിടെ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ സെക്രട്ടറി ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ പാർട്ടി കാര്യങ്ങളും സർക്കാരിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ്. ഈ പിണറായി വിജയൻ ആദ്യമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ സമയത്ത് അന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അത് ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ തോതിൽ അത് ആഘോഷിച്ചതാണ്. ഓരോ ഫയലിലും ഒരു ജീവിതമുണ്ട് എന്നൊരു ഡയലോഗ് അടിച്ചു. മുഖ്യമന്ത്രി എന്തൊരു ഡയലോഗാണ് അടിച്ചത്. സാധാരണക്കാരെ മാനിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഗണിക്കുന്ന മുഖ്യമന്ത്രി എന്ന തലത്തിൽ എല്ലാ മാധ്യമങ്ങളും അത് ആഘോഷിച്ചു. അതേ മുഖ്യമന്ത്രിയുടെ അതേ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാർത്തയിൽ നിറഞ്ഞിരുന്നത്. കാരണം അവരുടെ കയ്യിൽ നേരിട്ട്, മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരുടെ കയ്യിലല്ല, അവരുടെ കയ്യിൽ നേരിട്ട് ഒരു സ്ത്രീ ഒരു അപേക്ഷ കൊടുത്തിരുന്നു. അതായത് ആ സ്ത്രീയുടെ ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഭർത്താവിന് സ്ഥലം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയായിരുന്നു. ആ അപേക്ഷ പിന്നെ കണ്ടു കിട്ടുന്നത് റോഡരികിലെ കുപ്പത്തൊട്ടിയിൽ നിന്നാണ്. അപ്പോൾ ഓരോ ഫയലിലും ഒരു ജീവിതമുണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഒരു അംഗം തന്നെ എങ്ങനെയാണ് എടുത്തത് എന്ന് കാണുക. അത് ഒരു കാര്യം. ഇനി അടുത്തത് 2018 മറ്റോ ആണ് ഇദ്ദേഹം മറ്റൊരു തള്ളുകളി, നോക്കുകൂലി കേരളത്തിൽ നിരോധിച്ചിരിക്കുന്നു, നോക്കുകൂലി എന്ന സമ്പ്രദായം ഇനി വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അടികൾ ഈ നോക്കുകൂലി വാങ്ങാറുണ്ട്. അതിനർത്ഥം ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗം പോലും അദ്ദേഹത്തിനെ മാനിക്കുന്നില്ല. 2, അദ്ദേഹത്തിൻ്റെ അണികൾ പോലും അദ്ദേഹം പറയുന്നത് കേൾക്കുന്നില്ല. ഭരണമുള്ള കേരളത്തിൽ പോലും CPMനെ ഈ രീതിയിലാണ് ജനങ്ങൾ കാണുന്നത്. അപ്പോൾ പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യാതൊരു സ്വാധീനമില്ലാത്ത ഇവറ്റുകളെ ദേശീയ രാഷ്ട്രീയത്തിലും ലോകരാഷ്ട്രീയത്തിലും നിറഞ്ഞു നിൽക്കുന്ന
നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ കൂട്ടരും അനുസരിച്ചു അല്ലെങ്കിൽ ഇവരെയൊക്കെ പരിഗണിച്ചു എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റത്തെ കോമഡിയാണ്. നല്ല ബോധമുള്ള സമയത്ത് ബ്രിട്ടാസിനെ തന്നെ ബ്രിട്ടാസ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ കാണിച്ചു കൊടുക്കണം. അപ്പോഴേ അയാൾക്ക് അതിൻ്റെ ആ ജാളിത എന്ത് എന്ന് മനസ്സിലാവും. ഇതിലും വ്യക്തമായിട്ടൊന്നും പറഞ്ഞു തരാനില്ല. ഇനി ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു മുൻഗാമിയായിട്ടുള്ള ഒരാൾ, അദ്ദേഹം വരുന്ന സാധാരണ ഇത്തരം ഡയലോഗൊക്കെ അടിച്ചോട്ടിരുന്നു. അദ്ദേഹം അന്തരിച്ചു പോയി, സീതാറാം യെച്ചൂരി. ഈ നമ്പർ 10 ജന്മത്തിൻ്റെ അടുക്കള പിന്നാമ്പുറത്ത് പോയിട്ട് ഈ അയൽക്കൂട്ട ഡയലോഗ് അടിക്കുകയും അതിൻ്റെ ഒരു ബലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിചയത്തിൽ മൈക്കിന് മുന്നിൽ ഡയലോഗ് അടിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹം ഇപ്പോൾ ഇല്ല. അപ്പോൾ ആ സ്ഥാനം അങ്ങ് ഫില്ല് ചെയ്തേക്കാം എന്നുള്ള ധാരണയിലായിരിക്കാം ബ്രിട്ടാസ് ഇതുപോലുള്ള ഡയലോഗ് അടിക്കുന്നത്. പക്ഷേ താങ്കളുടെ അണികൾക്ക് മുന്നിൽ പോലും ഇളിഭിനാവുകയാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്കാകെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-3 MP മാത്രമാണല്ലോ, 1.5% എന്തോ ആണ് ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് വോട്ടിംഗ് ശതമാനമുള്ളത്. ആ നിങ്ങളെയൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇതിലേ കേൾക്കും, ഇതിലേ ഇറക്കി വിടും എന്നല്ലാതെ ഇന്ത്യക്ക് ഗുണമുണ്ടാകുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ഇന്നോളം പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യാനും പോകുന്നില്ല എന്ന് BJPയെ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവരൊരിക്കലും നിങ്ങൾ പറയുന്നതിൻ്റെ നേരെ എതിരായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്താലും ചെയ്യുകയുള്ളൂ. അതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൻ്റെ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി നിൽക്കേണ്ട, അത് ചിലവാകില്ല. ഇനി കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ചൈന, ആ ചൈനയുടെ ഷീ ജിൻപിൻ എന്ന ആ പ്രസിഡൻറ്റ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വന്നിരുന്നു. തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. അന്ന് മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ കാണാൻ വേണ്ടി അന്നത്തെ CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി യെച്ചൂരിയൻ ടീമും തമിഴ്നാട്ടിൽ പോയി തമ്പടിച്ചൊരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് കാത്തുകെട്ടിയിരുന്നു. പക്ഷേ ചൈനയുടെ പ്രസിഡൻറ്റും പാർട്ടിയുടെ തലവനും അവരെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. മറ്റൊരു രാജ്യത്ത് വന്നിട്ട് തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവിനെ കാണാൻ സാധാരണഗതിയിൽ ഏതൊരു രാഷ്ട്രത്തലവനും ആഗ്രഹിച്ചില്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അതിന് അനുമതി കൊടുക്കും. പക്ഷേ ഷീ അതിന് അനുവദിച്ചേയില്ല. അപ്പോൾ ലോകത്ത് തന്നെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ തലവൻ പോലും നിങ്ങളെ ഈ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ പിന്നെ ഇവിടുത്തെ BJPയുടെ ഭരണത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ നിങ്ങൾ പറയുന്നത് കേൾക്കും എന്നൊക്കെ ഇതുപോലെ ഇരുന്ന് പൊട്ടത്തരം പറയണമെങ്കിൽ ബ്രിട്ടാസെ നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്, നല്ല ചികിത്സ നേടുന്നത് നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ. ശശി തരൂർ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടിയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ യുക്രൈൻ റഷ്യൻ പ്രശ്നം വന്ന സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങാൻ പാടില്ല എന്നും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ പെട്രോളിയം ഇറക്കുമതി ചെയ്യണമെന്നും പറഞ്ഞത് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്, ഇടതുപക്ഷമാണ്. അന്ന് അതിൽ ചില വിയോജിപ്പുകളിൽ ശശി തരൂർ ഉണ്ടായിരുന്നു. ഇന്ന് സ്വാഭാവികമായിട്ടും ഞങ്ങളന്ന് പറഞ്ഞിരുന്നത് ശരിയാണെന്നും നരേന്ദ്രമോദി അപൂർവമായിട്ടാണെങ്കിലും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞത് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ റഷ്യയുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി. അതിൻ്റെ ഗുണവും രാജ്യത്തിനുണ്ടായി. എന്താ കാരണം എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ പെട്രോളിയം ഇറക്കുമതിയിൽ 40% ഒരു ഘട്ടത്തിൽ റഷ്യയിൽ നിന്നായി. ശശി തരൂർ ഒരു പക്ഷേ ഇപ്പോൾ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ അക്കാര്യങ്ങൾ കൂടി പരാമർശിക്കണമെന്ന് ഞാൻ വിനീതമായി അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കുകയാണ്.